നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ്റെ ഒരു വിഭവമായിട്ടാണ്. അതായത് നമ്മൾ എല്ലാവരും KFC കഴിച്ചിട്ടുണ്ടാവും. നമുക്കതൊന്ന് ഹോം മെയ്ഡ് ആയിട്ടൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഹോം മെയ്ഡ് KFC ചിക്കൻ. അപ്പോൾ ഞാൻ എല്ലാ തവണയും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്കൊരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് ഒരു 250 ml പാലൊഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു 3 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ സവാള. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലിലേക്ക് ആഡ് ചെയ്യാം. ഇത് ഡയറക്റ്റായിട്ട് ഒഴിക്കുകയല്ല, നമുക്ക് ഒരു അരിപ്പ് വെച്ച് ഇതിലത്തെ നീര് മാത്രമാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ട കൂടി ആഡ് ചെയ്യാം. അതിന് പുറമെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്. ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇന്ന് മിക്സ് ചെയ്യുന്നത് പുതിയ ഒരു ഷെഫാണ്. ഇനി നമ്മൾ നേരത്തെ കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1 കിലോ ചിക്കനാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഒരു 6 മണിക്കൂറെങ്കിലും നമ്മളിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമുക്കത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. ഇനി അടുത്തത് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 250 ഗ്രാം മൈദ, ഒരു 125 ഗ്രാം കോൺഫ്ലോർ, ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാകത്തിന് കുറച്ച് ഉപ്പ് കൂടിയും ആഡ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഈ പൗഡർ ഒന്ന് കോട്ട് ചെയ്യാം. മിനിമം ഒരു 2 തവണയെങ്കിലും കോട്ട് ചെയ്യണം. ഇനി ഈ കോട്ടിങ്ങിൽ നമുക്ക് ഓട്സ് കൂടിയും ഒന്ന് ആഡ് ചെയ്യാം.
ഓട്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഒരു പാത്രം വെച്ച് പാകത്തിന്, ഇപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള ഓയിലൊഴിച്ച് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുറം ഭാഗം കരിഞ്ഞു പോകാനും ഉള്ളിൽ വേവ് കുറവാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ആയതുകൊണ്ട് നമുക്കതൊന്ന് തിരിച്ചിടാം. നമ്മുടെ ഹോം മെയ്ഡ് KFC ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല കളറ്. നമുക്ക് എന്തായാലും ഒന്ന് സെർവ് ചെയ്ത് നോക്കാം, ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ KFC ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിക്കണ്ടേ? ഞാനൊരു പീസ് എടുത്ത് നോക്കട്ടെ കേട്ടോ. അടിപൊളി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു വിഭവമായിട്ട് വരാം. അതുവരെ ബൈ ബൈ.